ഹായ് ഹലോ. ഇപ്പോൾ ജാനകിയുടെയും അബിയുടെയും വീടിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ ജാനകിയുടെയും അബിയുടെയും വീട്ടിൽ നല്ല ഓരോരുത്തരും നല്ല സ്നേഹത്തോടെയും സന്തോഷത്തോടെയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ അളകാപുരി തറവാട്ടിലെ എല്ലാവരും. പക്ഷേ അളകാപുരിയെ തകർക്കാൻ വേണ്ടിയിട്ട് വിശ്വനാഥൻ തമ്പിയൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഞാൻ ഇങ്ങനെ ഒരു മനസ്സിൽ അപർണയെ അജയ്ക്ക് വിവാഹം കഴിച്ചു കൊടുക്കണം എന്ന് എൻ്റെ മനസ്സിൽ വിചാരിച്ചു. അതെന്തായാലും അബിയോട് പറയാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് നമ്മൾ ജാനകി. അങ്ങനെ നേരെ ജാനകി അബിയോട് പോയി കാര്യങ്ങൾ പറയുന്നുണ്ട്. അമ്പലത്തിൽ ഞാൻ വെച്ച് കണ്ടുവെന്നും അങ്ങനെ അമ്പലത്തിൽ വെച്ച് കണ്ടതിന് ശേഷം അബിയേട്ടൻ ഇങ്ങനെ വിശ്വനാഥൻ തമ്പിയെക്കുറിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. അങ്ങനെ ആ ഒരു കാര്യം കേട്ടപ്പോൾ ആ ഒരു സത്യങ്ങളെല്ലാം അബിയോട് തുറന്നു പറഞ്ഞപ്പോൾ അബി പറഞ്ഞത് നമ്മളെ കുടുംബത്തെ വേരോടെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്ന കുടുംബമാണ് അവര്. വിശ്വനാഥൻ തമ്പിയൊക്കെ ഒരു അവസരം കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുവാണ്. അങ്ങനെയുള്ള ഒരാളുടെ മകളെയാണോ നീ നമ്മളുടെ അനിയന് വേണ്ടിയിട്ട് ആലോചിച്ചത് എന്നൊക്കെ പറഞ്ഞ് ജാനകിയെ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ പോലും അവിടെ ജാനകി ഒരു കാര്യം ചോദിച്ചു. ഇപ്പൊ അമ്മ കഴിഞ്ഞ ദിവസം ഇവിടെ നടന്ന ആ ഒരു പ്രശ്നം നമ്മുടെ അമലിനെ ഒരു കൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതും അമലിനെ ആക്രമിച്ചതും അതിന്റെ മുന്നോടിയായിട്ട് നടന്ന എല്ലാ പ്രശ്നങ്ങളും കേട്ടിട്ട് അമ്മയ്ക്ക് ഒരുപാട് സങ്കടത്തോടെയാണ് അമ്മ നിൽക്കുന്നത്. ഓരോ നിമിഷവും അമ്മ എണ്ണിയാണ് നിൽക്കുന്നത്. ഒരാളുടെ ജീവിതവും അപകടത്തിലോട്ട് പോകരുത്, എല്ലാവരും സന്തോഷത്തോടെ നിൽക്കണം എന്നൊരു ആഗ്രഹത്തിലാണ്. അപ്പൊ പിന്നെ നമുക്കും അത് ശ്രമിച്ചൂടെ? അപ്പോൾ അജയും അപർണയും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞാൽ പിന്നെ നമ്മളെ രണ്ട് കുടുംബങ്ങളും ഒരു സന്തോഷത്തോടെ മുന്നോട്ട് പോകത്തില്ലേ? അവിടെ നിന്ന് അവരുടെ ഏക മകളായിട്ടുള്ള അപർണയെ ഇങ്ങോട്ട് അയക്കുമ്പോൾ അവർ പിന്നെ നമ്മളെ കുടുംബത്തോട് പ്രശ്നങ്ങൾക്കായിട്ട് വരുമോ? അപ്പോൾ പിന്നെ നമ്മൾ സന്തോഷത്തോടെ മുന്നോട്ട് പോവുകയും പ്രശ്നങ്ങളെല്ലാം അവിടെ അവസാനിക്കത്തില്ലേ? അതല്ലേ നല്ലത്. അല്ലാതെ ഓരോ കാര്യങ്ങൾ ഓരോ ദിവസവും നമ്മളിങ്ങനെ വഴക്കുണ്ടാക്കി നിന്ന് കഴിഞ്ഞാൽ നമ്മളെ കുടുംബം തന്നെ നശിച്ചു പോകത്തില്ലേ എന്നവിടെ ജാനകി പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കേട്ടപ്പോൾ അബിക്ക് എന്തോ ശരിയാണ് എന്ന് തോന്നി. അത് മാത്രമല്ല ജാനകി മറ്റൊരു കാര്യവും കൂടി പറഞ്ഞു. ഇപ്പോൾ അബി ഇതെല്ലാം കേട്ടിട്ട് അബി പറയുന്നത് എന്തൊക്കെ പറഞ്ഞാലും അവർ നമ്മളെ ശത്രു അല്ലേ? ഇപ്പോൾ അങ്ങനെ ഒരാൾ നമ്മളെ വീട്ടിലോട്ട് വരുമ്പോൾ നമ്മളെ കുടുംബത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ ശ്രമിക്കാറുള്ളത്. നീ അപ്പോൾ പറയുന്നത് ശരിയാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ജാനകി മറ്റൊരു കാര്യം പറഞ്ഞു. ഇപ്പോൾ വിശ്വനാഥൻ തമ്പിയും നമ്മളെ അച്ഛന് സൂര്യനാരായണനും തമ്മിൽ വഴക്കുണ്ടായത് കൊണ്ടാണ് ഇങ്ങനൊരു അന്തരം നമുക്ക് തോന്നുന്നത്. അതേസമയം അവർ നല്ല സുഹൃത്തുക്കളായിരുന്നു, അതുപോലെ ഇപ്പോഴും സുഹൃത്തുക്കളായിരുന്നു എന്നുണ്ടെങ്കിൽ അവർക്ക് ഏക മകളും നമുക്ക് അച്ഛന് 3 ആൺമക്കളുമാണ്. അപ്പം അതിലെ ഏതെങ്കിലും ഒരാളുടെ കൂടെ ആ ഒരു മകളെ അപർണയെ കല്യാണം കഴിപ്പിച്ച് വിടാനായിട്ടല്ലേ ആ ഒരു സമയത്ത് അവർ ശ്രമിക്കത്തുള്ളൂ. ഇപ്പോൾ വഴക്കായത് കൊണ്ടല്ലേ ഇങ്ങനെയൊന്നും ചിന്തിക്കാത്തത്. അപ്പോൾ പിന്നെ നമുക്കത് മുൻകൈ എടുത്ത് അവരെ അപർണയും നമ്മൾ അജയും തമ്മിലുള്ള വിവാഹം നടത്തിക്കൂടെ? അങ്ങനെ നടത്തി കഴിഞ്ഞാൽ സന്തോഷത്തോടെ ഈ ഒരു കുടുംബം മുന്നോട്ട് പോകത്തില്ലേ? പ്രശ്നങ്ങളെല്ലാം ഒഴിയത്തില്ലേ എന്നൊക്കെ അബിയോട് ജാനകി പറയുന്നുണ്ട്. എന്തായാലും അബി നമുക്ക് നോക്കാം. അല്ലെങ്കിൽ പെട്ടെന്ന് എടുക്കേണ്ട തീരുമാനമല്ലല്ലോ, രണ്ടുപേരുടെയും ജീവിതമല്ലേ. അത് മാത്രമല്ല ഒരു കുടുംബത്തിൽ അത്രയും എല്ലാവരുടെയും സന്തോഷവും നോക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. പെട്ടെന്ന് ചാടി നോക്കണ്ട എന്നൊക്കെ അവിടെ അബി ജാനകിയോട് പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് അപർണ ഭയങ്കരമായിട്ട് ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്ത് തൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട് നിനക്ക് കല്യാണം ആലോചിച്ചല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അപർണ കാര്യങ്ങൾ അറിയുന്നത്. തൻ്റെ അമ്മ തൻ്റെ ഫോട്ടോസും എല്ലാം വെച്ച് മാട്രിമോണി സൈറ്റിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന്. അങ്ങനെ അതിൻ്റെ പേരിൽ ആ സൈറ്റൊക്കെ എടുത്ത് നോക്കി അപർണയുടെ പ്രൊഫൈലൊക്കെ നോക്കുന്ന സമയത്ത് അവിടെ അജയുടെ പ്രൊഫൈൽ കണ്ടു. അപ്പോൾ അജയെ വീണ്ടും അപർണ ഓരോ നിമിഷവും ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അജയെ സ്വന്തമാക്കിയാൽ അത്രത്തോളം സന്തോഷം എന്നാണ് അപർണ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അപർണ തൻ്റെ ശത്രുവായ അളകാപുരി തറവാട്ടിലെ ഒരു അംഗമാണ് എന്നുള്ള കാര്യം അപർണ ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല. അങ്ങനെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ നിൽക്കുന്നുണ്ടെങ്കിലും ഇവിടെ അവരുടെ ആ ഒരു കല്യാണവും ഒക്കെ നടത്താനുള്ള ഒരു തയ്യാറെടുപ്പിലേക്ക് നിൽക്കുന്ന സമയത്ത് ഇവിടെ ശരണും അമൃതയും തമ്മിൽ വലിയൊരു വഴക്ക് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരണിൻ്റെ വീട്ടിലെ ജോലിക്കാരി ബിന്ദു ഇവരെ തമ്മിൽ അകറ്റാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ തനിക്ക് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട്. അപ്പോൾ അമൃതയോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവരെ തമ്മിൽ അടുപ്പിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ചോദിക്കുന്ന പൈസ കിട്ടും എന്ന് വിചാരിച്ചുകൊണ്ട് നേരെ അങ്ങോട്ട് പോകുന്ന സമയത്താണ് ശരൺ റൂമിൽ നിന്ന് ഒരാളോട്, ശരണിന്റെ ഫ്രണ്ടാണ്, ശരണിന്റെ ഫ്രണ്ടിനോട് സംസാരിക്കുന്നത് കണ്ടു. അപ്പോൾ ഡിയർ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് സ്നേഹത്തോട് സംസാരിക്കുന്നത് കണ്ടപ്പോൾ ബിന്ദു വിചാരിച്ചു ഏതോ ഒരു പെൺകുട്ടിയോട് സംസാരിക്കുന്നതാണെന്ന്. അങ്ങനെ നേരെ അമൃതയോട് പോയിട്ട് പറയുവാണ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. മാഡത്തിനെ തകർക്കാനുള്ള ഒരു നീക്കവുമായിട്ടാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ മാഡം ഒന്നും മനസ്സിലാക്കുന്നില്ല. എനിക്ക് അത്യാവശ്യമായിട്ടൊരു 2000 രൂപ വേണം, എൻ്റെ മോളുടെ അക്കൗണ്ടിലോട്ടൊന്ന് അയച്ചു കൊടുക്കാമോ എന്നൊക്കെ പറഞ്ഞ് അവസാനം അമൃത ആ ഒരു പൈസ അക്കൗണ്ടിലോട്ട് ഇട്ട് കൊടുത്തു.
ആ സമയത്ത് തന്നെ ശരൺ ഇങ്ങനെ ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ കണ്ടു എന്നും അത് കേട്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത് എന്നുള്ള കാര്യം പറയുകയും ഇത് കേട്ടതും കേൾക്കാത്ത പാടിയും ഓടിപ്പോയി ശരണിന്റെ റൂമിൽ പോയി ശരണിനെ വിളിച്ച് ശരണിന്റെ ഫോണൊക്കെ പിടിച്ചു വാങ്ങിച്ച് നോക്കുന്നുണ്ട്. അങ്ങനെ അതിന്റെ പേരിൽ ചെറിയൊരു തർക്കങ്ങൾ അവർക്കിടയിൽ തന്നെ സംഭവിക്കുന്നുണ്ട്. എന്തായാലും ശരൺ പറഞ്ഞത്, നിനക്ക് കുഞ്ഞുങ്ങളൊന്നും ഇല്ലാതെ നീ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ടാണ് നിനക്ക് ഇങ്ങനെ ഓരോ ചിന്തകൾ തോന്നുന്നത്. അതേസമയം നമ്മൾ കുഞ്ഞുങ്ങളായിട്ട് സന്തോഷത്തോടെ ആണെന്നുണ്ടെങ്കിൽ നിനക്ക് ഒരിക്കലും ഇങ്ങനത്തെ ചിന്തകളൊന്നും വരത്തില്ല എന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞുങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ ഏതെങ്കിലും മൂലയിൽ അടിച്ചിരുത്താനല്ലേ എന്ന ഭാവത്തിലാണ് അവിടെ അമൃത സംസാരിക്കുന്നത്. എന്തായാലും അവരുടെ ഇടയിൽ വലിയൊരു സംഘർഷങ്ങൾ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം. ബൈ.